യെസ്, ഞാൻ വന്നത് തന്നെ ഒരു അസുഖം റിലേറ്റഡ്, എന്റെ വൈഫിന് ഒരു അസുഖം റിലേറ്റഡ് ആയിട്ടാണ് ഈ മൈ ലൈഫിൽ കയറുന്നത്. അതിൽ ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈഫിന്റെ വെരിക്കോസ് വെയിനും അച്ഛന് ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് പ്രോസസ്, ബിക്കോസ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പറഞ്ഞത് തന്നെ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല റിസൾട്ട് ഉണ്ട്, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും. അപ്പൊ വൈഫിന് ഞാൻ കൊടുത്തത് ഡെയിലി ഡിറ്റോക്സ്, മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, വെൽ ഹാർട്ട്, ഈ മൂന്ന് തന്നെ പ്രൊഡക്റ്റ് ആണ് കൊടുത്തപ്പോഴാണ് 10 കൊല്ലം പഴക്കമുള്ള വെരിക്കോസ് വെയിന് മാറി കിട്ടിയത്. അപ്പം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെ പ്രൊഡക്റ്റിന് നല്ലൊരു ഹോൾഡ് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ ബിസിനസ്സിലേക്ക് സക്സസിലേക്ക് എത്തും. അച്ഛന് കൊടുത്തത് ആശ്വാസ് കഫ്നിൽ ആൻഡ് 95. ഇന്ന് അച്ഛൻ കൂടെ ഇല്ല, പക്ഷെ അച്ഛന്റെ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു ചുമ, അല്ലെ, ഒരു വില്ലൻ ചുമ. അത് മാറാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിലും ആ ലാസ്റ്റ് സ്റ്റേജിൽ അച്ഛന് ആ ഒരു പ്രോസസ്സിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ, പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സക്സസ് ഓഫ് 100% ഗ്യാരണ്ടീഡ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഒരു ആയുഷ് ഹോം ഷോപ്പി, അല്ലെ, നമ്മളെല്ലാവരും ലീഡേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, സാറേ ബിസിനസ് ആണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് വെക്കണം, പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ്സിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊരു തുടക്കം, എന്റെ ഫസ്റ്റ് ടേം ആയിട്ട് ഞാൻ ഒരു 10,000 റുപ്പീസിന്റെ പർച്ചേസ് ചെയ്തിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ 10,000 റുപ്പീസ് പർച്ചേസ് ചെയ്തപ്പോൾ വൈഫിന് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സും അച്ഛന് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ലോട്ടിൽ ഒരു 25,000 റുപ്യന്റെ സാധനം മേടിച്ചു. സെക്കൻഡ് ലോട്ടിൽ ഒരു 25,000 റുപ്യന്റെ സാധനം മേടിച്ചു. മൂന്നാമത്തെ ലോട്ടിൽ ഒരു 50,000 റുപ്യന്റെ സാധനം മേടിച്ചു. യെസ്, ഞാൻ ഇത്ര എമൗണ്ടിന്റെ സാധനം മേടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ബിസിനസ് വോളിയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും മുകളിലാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. യെസ്, എന്നെ ഈ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തികളാണ് ഇതിനകത്ത് കാണുന്നത്. അപ്ലൈൻ ലീഡർ ആയിട്ടുള്ളത് സുനിൽ അരീക്കര, സുജിത് ചന്ദ്രൻ, രാജേഷ് ബാലകൃഷ്ണൻ ആൻഡ് അനീഷ്. ഈ 4-5 പേരാണ് എന്റെ അപ്ലൈൻ ലീഡേഴ്സ്. ഇവരെ സപ്പോർട്ടോടെയാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ലീഡേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവണം. ബിക്കോസ് അപ്ലൈൻ ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും ഇല്ല. എന്തെങ്കിലും ഒരു ഡൗട്ട്സ്, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളായിട്ട് കൂടെ നിൽക്കുകയുള്ളൂ, അല്ലെ. അപ്പൊ കണക്ഷൻ നമ്മൾ എപ്പോഴും നമ്മളെ സൈഡിൽ തന്നെ വരണം. ബിക്കോസ് ദേ ആർ ദ അപ്ലൈൻ ലീഡേഴ്സ്. നമുക്ക് ഓരോരോ ഡയറക്ഷൻസ് പറഞ്ഞു തരുന്ന ലീഡേഴ്സ് ആണ്. അപ്പൊ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അവരായിട്ട് എപ്പോഴും ഒരു കണക്ഷൻസ് കീപ്പ് ചെയ്ത് പോകണം. അങ്ങനെയാണ് ഈ ബിസിനസ് ഞാൻ ഡെവലപ്പ് ചെയ്ത് പോയിട്ട് ഇന്നിപ്പോ ബാംഗ്ലൂർ, കൊൽക്കത്ത, ഒറീസ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഡൽഹിയിൽ വരെ എനിക്ക് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്, ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ഓരോരോ സ്റ്റേറ്റ്സിലേക്ക് കയറി പോകണം. ബിക്കോസ് നമ്മളെ കണക്ഷൻസ് എവിടെയാ ഉള്ളത് അവിടേക്ക് നമ്മൾ കയറി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിനെ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരോട് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ വട്ടച്ചിട്ടത്തിൽ കറങ്ങുകയാണെങ്കിൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവുക. ബിക്കോസ് നമുക്ക് കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസിനെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി. യെസ്, അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ, സമയവും പണവും ഇറ്റ്സ് വെരി പ്രഷ്യസ്, അല്ലെ. അത് ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല, അല്ലെ. സമയത്തിന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല രീതിയിൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കിട്ടുന്ന പണം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ സക്സസ് ആവുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മൈ ലൈഫ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആ പ്രോസസ് ഒന്ന് പഠിക്കുക, മുമ്പോട്ട് പോവുക. യെസ്, ഇന്ന് DTC റാങ്കിൽ ZTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റ്ലി DTC റാങ്കിലാണ്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ചൊരു വേഗത കുറഞ്ഞുണ്ട്. പക്ഷെ പിന്നെ മനസ്സിലുണ്ടല്ലോ, നമ്മൾ വിട്ടുപോകില്ല. നമ്മളൊരു തീരുമാനം എടുത്താണ്, ആ തീരുമാനത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകണം. ആ തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന വഴികളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അല്ലെ. ഞാൻ തുടക്കത്തിൽ വന്നപ്പം ഒരു ബ്രോൺസ് റാങ്ക് ആണെങ്കിൽ എനിക്ക് 1,200 റുപ്യ എനിക്ക് ഇൻകം കിട്ടിയിട്ടുള്ളായിരുന്നു. സിൽവർ റാങ്കിൽ ഒരു 3,000 റുപ്യ എനിക്ക് ഇൻകം കിട്ടിയിട്ടുള്ളായിരുന്നു. ഒരു സ്റ്റാർ റാങ്കിൽ എനിക്ക് 6,000 റുപ്യ ഇൻകം കിട്ടിയിട്ടുള്ളായിരുന്നു. ഒരു റൂബി റാങ്കിൽ 12,000 റുപ്യ ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർഡിനേറ്ററിൽ 21,000 റുപ്യ ഇൻകം കിട്ടി. TCയിൽ 30,000 റുപ്യ ഇൻകം കിട്ടി. അതേപോലെ തന്നെ ATCയിൽ 60,000 റുപ്യ, DTCയിൽ 90,000 റുപ്യ. ZTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് 1,80,000. അപ്പൊ ചിന്തിക്കണം,
ഈ ഒരു സമയം നമ്മളിപ്പോ TC റാങ്കിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വരുമാനം വളരെ ലോ ആയി കാണും. പക്ഷെ നമ്മൾ വറി ചെയ്യേണ്ട, ബിക്കോസ് നമ്മുടെ വിഷൻ എപ്പോഴും ഒരു ലോങ് ടേം വിഷൻ ആയിരിക്കണം. ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ആ ലോങ് ടൈമിൽ നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ. ആ ലോങ് ടേമിലേക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു 5 കാര്യങ്ങൾ അല്ലെ, 5 തിങ്സ് യു മസ്റ്റ് ഗീവ് അപ്പ് അല്ലെ. നമ്മൾ പല ആൾക്കാരും പറയുന്നുണ്ട് അല്ലെ, എന്താണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 5 കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണം ഫോർ സക്സസിലേക്ക് വേണ്ടിയിട്ട്. നമ്മൾ പോകുന്നത് ഒരു സക്സസ് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ സക്സസിലേക്ക് 5 കാര്യങ്ങൾ എന്താണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്, അതൊന്നും നമ്മൾ ചിന്തിച്ചാൽ മതി. ഗീവ് അപ്പ് ദ ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് അല്ലെ. നമ്മൾ എല്ലാവരും വന്നത് ഒരു ലോങ് ടേം വിഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് സക്സസ് ആവൂല. ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് എന്താണ്, പെട്ടെന്ന് കയറി വരിക, പെട്ടെന്ന് പണം ഉണ്ടാക്കുക, പോവുക. അവർക്ക് എപ്പോൾ അവരുടെ മൈൻഡിൽ എന്താണ് പെട്ടെന്ന് പണം ഉണ്ടാക്കണം. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് അല്ലെ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല അത്. അപ്പൊ സക്സസ്ഫുൾ പീപ്പിൾ ഫോക്കസ് ഓൺ ദ ലോങ് ടേം ആൻഡ് ദ എൻഡ് റിസൾട്ട് അല്ലെ. ഇന്ന് ഓരോരോ വ്യക്തിയാണ് ഇവിടെ സക്സസ്. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ വ്യക്തികൾ ഇവിടെ വിജയിച്ചത് സമയം കൊടുത്തിട്ട് തന്നെയാണ് അല്ലെ. അവർക്കൊരു ലോങ് ടേം വിഷൻ വെച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ലോങ് ടേം വിഷൻസിലേക്ക് നമ്മൾക്ക് മാറണമെങ്കിൽ നമ്മൾ കുറച്ച് ശീലങ്ങൾ നമ്മൾ മാറ്റണം അല്ലെ. നമ്മളെ ശീലങ്ങൾ മാറ്റാനുള്ള സംതിങ് നമ്മൾ എന്ത് ശീലങ്ങൾ മാറ്റേണ്ടത്, എന്ത് ശീലങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത് പ്രോസസ് ഉണ്ട്. നമ്മൾ ഷോർട്ട് ടേം മൈൻഡ് സെറ്റ് വരാൻ നേരത്തെ ആൾക്കാർ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ഹാബിറ്റ് 1 പറയുന്നത് വിഷ്വലൈസ് ദ ഫ്യൂച്ചർ ദ വേ യു വാണ്ട് ഇറ്റ് ടു ബി അല്ലെ. നമ്മൾ മൈൻഡിൽ എപ്പോഴും ഒരു വിഷ്വലൈസിങ് ഉണ്ടാവണം. യെസ്, ഞാൻ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 3 കൊല്ലം ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ആ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ മൈൻഡിൽ കൊണ്ടുവരണം. എന്നാലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ വിഷ്വലൈസിങ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഒന്ന് ഇറങ്ങണം അല്ലെ. എപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലേ, ഞാനിപ്പോ ഇന്ന് സാധാരണ ഒരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ എന്റെ വരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഇന്ന ആളെ പോലെ ജീവിക്കണം അല്ലെ, എന്റെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ലീഡ് ചെയ്യണം. അങ്ങനെ ഒരു ഫ്യൂച്ചർ വിഷ്വലൈസിങ് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാക്കണം. സെക്കൻഡ് പറയുന്നത് സ്പെൻഡ് ടൈം തിങ്കിങ് അബൌട്ട് വാട്ട് ആക്ഷൻ വിൽ ഗെറ്റ് യു ദെയർ അല്ലെ. നമ്മൾ ഈ ഒരു വിഷ്വലൈസിങ് ചെയ്ത് പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് എത്തും, ഏത് ആക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തും, ഏത് ആക്ഷൻ ഞാൻ ഫോളോ ചെയ്ത് ഉണ്ടെങ്കിൽ അവിടെ എത്തും. അതിന് നമുക്ക് എപ്പോഴും ലീഡറായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ബിക്കോസ് ലീഡർ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ വളരെ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വഴികളാണ് ഉണ്ടാക്കി പോണത്. അപ്പൊ ലീഡറായിട്ട് കണക്ട് ചെയ്തിട്ട് ലീഡർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ അവിടെ എത്താൻ പറ്റുക. ബിക്കോസ് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം അത് കൊണ്ടുവരണം അല്ലെ. ഒരു തിങ്കിങ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടേക്ക് എത്തുള്ളൂ അല്ലെ. സെറ്റ് യുവർ സെൽഫ് എ സ്മോൾ ഗോൾസ് എവറി ഡേ. ഓരോരോ ചെറിയ ചെറിയ ഗോൾസ് നമ്മൾ വെച്ച് പോവുക അല്ലെ. ഓരോ ചെറിയ ചെറിയ ഗോൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ആവാം അല്ലെ. ഇന്നിപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്. യെസ്, ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഇത് കിട്ടും. അപ്പം ചെയ്യേണ്ടത് എന്താണ്, എനിക്ക് ഒരു ഗോൾ സെറ്റപ്പ് ചെയ്യുക. എനിക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയ സംഭവം അല്ലെ, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നമ്മൾ സെറ്റപ്പ് ചെയ്യുക അല്ലെ. അത് ചിലപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായി കാണും, എന്തെങ്കിലും ചെറിയൊരു എന്താണ് ഒരു ഡിന്നർ സെറ്റ് ആയി കാണും, അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഷോക്കേസിൽ വെക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനമായി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തായി കാണും. അപ്പൊ അത് നമ്മൾ മൈൻഡിൽ നമ്മൾ വെച്ച് പോകണം. യെസ്, ഇന്ന് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ സ്മോൾ ഗോൾസ് നമ്മൾ എവറി ഡേ വെക്കണം. ഓരോരോ ചെറിയ ചെറിയ ഗോൾസ് എവറി ഡേ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവും. 4ാമത്തെ ഹാബിറ്റ് റിയലൈസ് ദ ലോങ് ടേം തിങ്കിങ് മേക്സ് യു ഫീൽ ബെറ്റർ അല്ലെ. എപ്പോഴും നമ്മൾ മൈൻഡിൽ ഈ ലോങ് ടേം തിങ്കിങ് ഉണ്ടാവണം. ബിക്കോസ് ചെറിയ ഗോൾസ് നമ്മൾ നേടാൻ പോകാൻ നേരത്ത് നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്, യെസ് ഇത് എന്റെ ആ ഒരു അങ്ങോട്ടേക്ക് എത്താനുള്ള പ്രോസസ് ആണ്. ചെറിയ ഗോൾസിനകത്ത് ചിലപ്പോൾ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ നേടാൻ പറ്റുന്നുണ്ടാവില്ല. ഡോണ്ട് മൈൻഡ്, നമ്മളത് ഒരു ലോങ് ടേം വിഷൻ വെച്ചിട്ടാണ് പോണത്. അപ്പം ചെറിയ ഗോൾസിനകത്ത് നമ്മൾ എപ്പോഴും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും അടുത്ത ദിവസം ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലായി മുമ്പോട്ട് പോകണം. ഹാബിറ്റ് 5 പറയുന്നത് സീ ലോങ് ടേം തിങ്കിങ് ആസ് എ വേ ടു ഗെറ്റ് ഓവർ ദ സെറ്റ് ബാക്സ് അല്ലെ. ഇന്ന് നമ്മളെ ലൈഫിൽ പല സെറ്റ് ബാക്സ് വന്നിട്ടുണ്ടാവും, പല പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാവും, പല അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ ഒരു ലോങ് ടേം വിഷൻസ് ഇല്ലായിരുന്നു. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ ഒരു ലോങ് ടേം വിഷൻ വെക്കണം.
ആ ലോങ് ടേം വിഷൻ തന്നെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിലെ സക്സസിലേക്ക് എത്തിക്കേണ്ടത്. യെസ്. സെക്കൻഡ് ഞാൻ പറയാൻ പോണത് ഗീവ് അപ്പ് പ്ലേയിങ് സ്മോൾ, അല്ലെ? ഗീവ് അപ്പ് പ്ലേയിങ് സ്മോൾ. ഇന്ന് പല ആൾക്കാരും ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, അല്ലെ? പക്ഷെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചു കാലം നിന്ന് അത് കഴിഞ്ഞിട്ട് പോയി കളയും. എന്തുകൊണ്ട് പോണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ ഈ സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് കയറിയിട്ടില്ല. സോ സക്സസ്ഫുൾ പീപ്പിൾ ഡ്രീംസ് ബിഗ് ആൻഡ് ടേക്ക് മാസീവ് ആക്ഷൻ ആണ്, അല്ലെ? ആക്ഷൻ. നമ്മൾ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അതേപോലെ തന്നെ മൈ ലൈഫ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ലൈഫിന്റെ വിഷൻ എന്താണ് ഒന്ന് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ പഠിക്കണം. ബിക്കോസ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഫോർ സക്സസ്, അല്ലെ? ആ പഠിക്കാനുള്ള പ്രോസസ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി വെക്കണം. ആ സക്സസ്ഫുൾ പേഴ്സൺസ് നമ്മൾ ഡ്രീം ചെയ്യുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളേക്കാണ് ഡ്രീം ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ മൈൻഡ്, മേക്ക് ഓഫ് മൈൻഡ് ഈ സംഭവങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരാൻ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുന്നത് അത് മൈൻഡ് ചെയ്യാണ്ട് പോകണം. അത് മൈൻഡ് ചെയ്യാണ്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാല്യൂ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമുക്ക് ഇന്ന് കിട്ടിയ ഒരു അവസരത്തിൽ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസസ് ആണ് നമുക്ക് കിട്ടിയത്. ആ പ്രൊഡക്റ്റും സർവീസസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, നല്ലൊരു അവസരത്തിലാണ് നമ്മൾ വന്നത്, അല്ലെ? ഒരു നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള നല്ല സർവീസസുമാണ് ഇന്ന് നമുക്ക് മൈ ലൈഫ് നമുക്ക് ഇവിടെ വെച്ച് തന്നത്. അത് മനസ്സിലാക്കണം, അത് നോ ദ വർത്ത് ഓഫ് ഇറ്റ്, അല്ലെ? സെറ്റപ്പ് എ ബൗണ്ടറി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് പല ഇതിലും പോകാൻ നേരത്തും പല മീറ്റിംഗ്സ് അല്ലെങ്കിൽ നമ്മൾ ഇവരായിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത്, ക്ലയന്റ് ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ നേരത്ത്, അവരായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ നേരത്ത് അവർ ചിലപ്പോൾ നമ്മളോട് നമ്മൾ പ്രൈസിങ്സും നമ്മുടെ സർവീസും നമ്മുടെ ടേംസിനും പറ്റിയിട്ട് സംസാരിക്കും, അല്ലെ? അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? എസ്റ്റാബ്ലിഷ് എ ക്ലിയർ റൂൾസ് ഓഫ് വാട്ട് യു വിൽ ആൻഡ് വിൽ നോട്ട് അക്സെപ്റ്റ്, അല്ലെ? ഇന്ന് പല ആൾക്കാർ പ്രൈസിനെ പറ്റിയിട്ട് പറയാൻ നേരത്ത് ആ പ്രൈസിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഡീൽ അവിടെ സ്റ്റോപ്പ് ആയി പോകും. ആ കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ഉണ്ട്. ഓരോ ട്രെയിനിങ് മീറ്റിംഗ്സ് ഒക്കെ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. ആ ട്രെയിനിങ് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ നേരത്താണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ബൗണ്ടറീസ് നമ്മൾ എപ്പോഴും സെറ്റപ്പ് ചെയ്യുക, അല്ലെ? ആരാ നമ്മളെ കൂടെ വരാൻ പോണത് അവരെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ട് തന്നെ പോകണം. സ്ട്രാറ്റജിക് സെയിൽസ് അപ്രോച്ച് ആയിരിക്കണം, അല്ലെ? ഡോണ്ട് ബി അഫ്രൈഡ് ടു വാക്ക് അവേ, അല്ലെ? ചില കേസിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ആ പ്രോസസ് അവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് ചില പ്രോസ്പെക്ട്സ് നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? പ്രൈസിന്റെ ബേസ് വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കമ്പനി അത്ര ഉണ്ടാക്കുന്നുണ്ട്, എന്തുകൊണ്ട് അതിനകത്ത് റേറ്റ് കുറച്ചുകൂടാ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ടേംസ് വെച്ചിട്ട് അവർ നമ്മളോട് സംസാരിക്കും. അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർക്ക് ഇൻഫോർമേഷൻസ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വരിക. ബിക്കോസ് നമ്മളെ ക്ലയന്റ് അല്ല, നമുക്ക് അത് ഒരു കറക്റ്റ് പ്രോസ്പെക്ട്സ് അല്ല. ഫോക്കസ് ഓൺ റൈറ്റ് ക്ലയന്റ്, അല്ലെ? നമ്മളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ക്ലയന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻസ് കീപ്പ് ചെയ്യണം. ടാർഗറ്റ് ദ കസ്റ്റമർ, അല്ലെ? നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം, യെസ് ഇയാളെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വെച്ചിട്ട് എന്റെ ബിസിനസ് എനിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഇവിടെ വന്നത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയെ ഞാൻ ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ നമുക്കൊരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ആ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എങ്ങനെ വരുന്നത്, നമ്മളായിട്ട് ഒരു ട്രെയിനിങ്ങും മീറ്റിംഗും ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആരാണ് നമ്മളെ കൂടെ നിൽക്കാൻ പോണത്. അവരെ ജസ്റ്റ് ഒന്ന് അവരെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകും. മാനേജ് ദ റിജക്ഷൻസ് ആൻഡ് ദ മൈൻഡ് സെറ്റ്, അല്ലെ? ഇനി പല ആൾക്കാരും പറയുന്നുണ്ട്, അല്ലെ? ഈ റിജക്ഷൻസ്, അല്ലെ? നമ്മളൊരു ക്ലയന്റിനെ കാണാൻ പോകണല്ലോ, കസ്റ്റമറിനെ കാണാൻ പോകാൻ നേരത്ത് പല ആൾക്കാർ നമ്മൾ റിജക്ട് ചെയ്ത ആളെ, ആ റിജക്ട് ചെയ്ത വ്യക്തികളെ നമ്മളെ മൈൻഡിൽ വെച്ചുകൊണ്ടിരിക്കുക. അയ്യോ അത് റിജക്ട് ചെയ്തായിരുന്നല്ലോ, ഞാൻ എത്ര ആശിച്ചിട്ട് പോയത്. ചിലപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആളായി കാണും, നമ്മളെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളായി കാണും. പക്ഷെ ഈ ഒരു ബിസിനസ്സിനകത്ത് എല്ലാവരും കയറി വരില്ല. ഈ ബിസിനസ്സിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, അല്ലെ? അയാൾ നമ്മളെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നെക്സ്റ്റ്, അല്ലെ? നോനകത്ത് എപ്പോഴും നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് പറയുന്നത്. അടുത്ത ആളെ എപ്പോഴാണ് നമ്മൾ
കാണേണ്ടത്, അത് നമ്മൾ കീപ്പ് ഓൺ എന്താണ് സീയിങ് പീപ്പിൾ ആണ് അല്ലെ, സീ മോർ പീപ്പിൾ. അപ്പൊ ആ റിജക്ഷൻസ് നമുക്ക് ഒരു പാർട്ടായിട്ട് വരില്ല. ഇറ്റ്സ് എസെൻഷ്യൽ നോട്ട് ടു ഡ്വെൽ ഓൺ എ ലോസ്റ്റ് ഡീൽസ് അല്ലെ. സെക്കൻഡ് പറയുന്നത് ലേൺ ഫ്രം ദ എക്സ്പീരിയൻസസ്. എവറി കസ്റ്റമേഴ്സ് ഇന്ററാക്ഷൻസ് വിത്ത് സക്സസ്ഫുൾ ഓർ നോട്ട് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഗ്രോത്ത് ആൻഡ് ലേണിംഗ് അല്ലെ. നമ്മൾ ഓരോരോ പ്രോസസ്സ് കൂടെ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അല്ലെ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക അല്ലെ. ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് റെപ്യൂട്ടേഷൻസ്. ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ നേരത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം. ബിക്കോസ് ഈ ബിസിനസ് പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകേണ്ട ബിസിനസ് ആണെങ്കിലും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മളായിട്ട് തന്നെ വിഷ്വലൈസിങ് ചെയ്യണം. ബിക്കോസ് നാളെ ഈ ഒരു ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ നേരത്ത് നമ്മൾ കൂടെ വരുന്ന ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ബിസിനസ് നല്ല രീതിയിലാണ് നമ്മൾ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ ആ ബിസിനസ്സിലേക്ക് കയറി വരുന്ന ആൾക്ക് മെയിൻറ്റെയിൻ ദ ഇന്റഗ്രിറ്റി അല്ലെ. ആ ഒരു പ്രോസസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ്, വെല്ലിസാറിന്റെ ഏസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോരോ ഇൻഡിവിജ്വാലിറ്റീസ് അല്ലെ, ഓരോരോ ടോപ്പ് ലെവലിൽ എത്തിയ ഓരോരോ ലീഡേഴ്സിന്റെ എങ്ങനത്തെ രീതിയിലാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവർ ഈ ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം അണ്ടർ ബീഡിങ് ആൻഡ് ഓവർ ബീഡിങ് ക്യാൻ ഡാമേജ് യുവർ ബിസിനസ് റെപ്യൂട്ടേഷൻസ് അല്ലെ. ചില ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കാൻ നേരത്ത് കാല് പിടിച്ചിട്ട് താത്തുന്ന അല്ലെ, പുള്ളിങ് യുവർ ലെഗ്സ് അല്ലെ. അപ്പം വളരാൻ പാടില്ല. പക്ഷെ നമ്മളെ ഈ ബിസിനസ്സിൽ എന്താണ്, നമ്മളെ കൂടെ വരുന്ന ആള് നമ്മളായിട്ട് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സപ്പോർട്ടേ കൊടുക്കുള്ളൂ. ബിക്കോസ് ആ ബിസിനസ് ആണ് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ആ ബിസിനസ് ഡെവലപ്പ് ആവാൻ നേരത്ത് താനെ നമ്മളും ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ആവും. സോ ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ അല്ലെ. നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആദ്യം ഉണ്ടാക്കണം. ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ബിൽഡപ്പ് ചെയ്യാം. ദ ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് എ ഗുഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അല്ലെ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നല്ല പ്രോഡക്റ്റ് നല്ല സർവീസസ് കൊടുക്കുക. ബിക്കോസ് ഇൻഡസ്ട്രീസ് പറയുന്നത് സർവീസിന്റെ ബേസ് വെച്ചിട്ട് തന്നെയാണ് പോണത്. എത്ര നല്ല സർവീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കൂടെ ആ ഒരു വ്യക്തികൾ അല്ലെ ആൾക്കാർ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുള്ളൂ. സോ എംബാരസ് ദ സ്ട്രഗിൾ അല്ലെ, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രഗിൾ ക്യാൻ ലീഡ് ടു ദ പേഴ്സണൽ ബിസിനസ് ഗ്രോത്ത്, മേക്കിംഗ് യു സ്ട്രോങ്ങർ അല്ലെ. ഓരോ സ്ട്രഗിളിങ് പീരിയഡും നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ പോകണം. ബിക്കോസ് ആ സ്ട്രഗിളിങ് തന്നെയാണ് നമ്മൾ അത്ര സ്ട്രോങ് ആക്കാൻ പോണത്. ഓരോരോ വിഷമങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങൾ തന്നെയായിക്കണം നമ്മളെ ഗ്രോത്തിലേക്ക് സക്സസിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ സക്സസിലേക്ക് എത്താനുള്ള പ്രോസസ്. മൂന്നാമത്തെ ഞാൻ പറയുന്നത് ഗീവ് അപ്പ് ദ എക്സ്ക്യൂസസ് അല്ലെ. ഇന്ന് പല ആൾക്കാരും എക്സ്ക്യൂസസ് പറഞ്ഞിട്ടാണ് ഈ ബിസിനസ് ചെയ്യാണ്ടിരിക്കുന്നത്. സക്സസ്ഫുൾ പീപ്പിൾ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ റിസൾട്ട്സ് അല്ലെ. ഒരു സക്സസിലേക്ക് നമ്മൾ എത്താൻ വന്നിട്ടുണ്ട്, സക്സസ്ഫുൾ പേഴ്സൺ ആയി മാറുന്നുണ്ടെങ്കിൽ അയാൾ ആ റെസ്പോൺസിബിലിറ്റി മൊത്തം എടുക്കും. ബിക്കോസ് എക്സ്ക്യൂസസ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ കോമൺ എക്സ്ക്യൂസസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ടൈം ഓഫ് റിസോഴ്സസ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം അല്ലെ. ഇന്ന് നമ്മൾ ഒരു വ്യക്തിനെ കാണാതെ എടുത്ത് പല ആൾക്കാരും പറയേണ്ട, എനിക്ക് സമയമില്ല മോസെ, എനിക്ക് സമയമില്ല, ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള സമയമില്ല, ഞാൻ അത്ര ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ അയാളുടെ ലൈഫിലേക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എത്ര ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അയാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് വന്നു ചേരും. എന്തോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോസ്പെക്ടിങ് ലിസ്റ്റ് ബാഡ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്രോസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ആൾക്കാരെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ഈ എക്സ്ക്യൂസസ് കേൾക്കേണ്ടി വരില്ല. കോമ്പറ്റീറ്റീവ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ദ കോമ്പറ്റീഷൻ ഇസ് ബെറ്റർ ഫോർ മൈ പ്രോഡക്റ്റ് ഡസന്റ് ഹാവ് എ കീ ഫീച്ചേഴ്സ്. പല ആൾക്കാരും പറയാറുണ്ട് അല്ലെ, നിങ്ങളായിട്ട് പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് വേറെ ആൾക്കാരുടെ പ്രോഡക്റ്റ് ആണ്. യെസ്, കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ആ കോമ്പറ്റീഷൻസ് നല്ല രീതിയിൽ എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. എക്സ്ക്യൂസസ് അവിടെ റിജക്ട് ചെയ്തേക്കുക. പ്രോസ്പെക്ട്സ് നോട്ട് റെസ്പോണ്ടിങ്, ദേ ആർ ഇൻ ടേക്കിംഗ് മൈ കോൾ അല്ലെ. പല ആൾക്കാരും പറഞ്ഞു ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഫോൺ എടുക്കുന്നില്ല. നോ പ്രോബ്ലം, അയാൾ വിളിച്ചില്ലെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവുക. നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ് പറയും അല്ലെ. പല ആൾക്കാരും പറയും ആരും ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല സാറേ, ഇതിനകത്ത് ഒരാൾക്കും ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ താല്പര്യമുണ്ട്, നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ എക്സ്ക്യൂസിനെ മൈൻഡ് ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക.
അൺറിയലിസ്റ്റിക് ഗോൾസ് ആണ് പറയുന്നത്. കമ്പനി സെയിൽസ് ഗോൾസ് ആർ ടു ഹൈ പറയുന്നത് അല്ലെ. ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഗ്രോത്ത് എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തുടക്കത്തിൽ വന്ന് ഇപ്പൊ ഹരികൃഷ്ണൻ സാറൊക്കെ ഈ ബിസിനസ്സിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ, അതേപോലെ തന്നെ എസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ തുടക്കത്തിലെ തൊട്ടുണ്ട്. അപ്പൊ സാറ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്. അപ്പൊ ആ ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തും ഉള്ള ഒരു പ്രോസസ് ഇവിടെ ഉണ്ട്. ഫിയർ ഓഫ് ഫെയിലിയർ ഓഫ് റിജക്ഷൻസ്, ഡീപ്ലി ഇൻഗ്രെയിൻഡ് സെൽഫ് ഡൗട്ട് ദാറ്റ് ലീഡ്സ് ഇൻ ടു ആക്ഷൻ അല്ലെ. ഇന്ന് നമ്മളെ ഫിയർ, നമ്മളെ പേടി തന്നെയാണ് റിജക്ട് ചെയ്ത് പോവുക അല്ലെ, ഫെയിലിയർ ആയി പോവുക. നോ പ്രോബ്ലം, ഫെയിലിയർ ആയാലും കുഴപ്പമില്ല, എക്സ്ക്യൂസസ് നമ്മൾ വിട്ടേക്കുക, അടുത്തേക്ക് പോവുക, കീപ്പ് ഓൺ ഗോയിങ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് സക്സസ്. നമ്മൾ നാലാമത്തെ ഞാൻ പറയുന്നത് ഗീവ് അപ്പ് യുവർ നീഡ്സ് ഓഫ് അപ്രൂവൽ അല്ലെ. നമ്മൾ പല ആൾക്കാർക്കും ഒരു അപ്രൂവൽ, ബി യുവർ സെൽഫ് അല്ലെ. 100% യു ആൻഡ് നെവർ ബി അഫ്രേഡ് ടു സ്പീക്ക് ദ ട്രൂത്ത് അല്ലെ. ഇന്ന് നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ ഒരു വ്യക്തിനെ കാണാൻ പോകാൻ നേരത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഒന്നും നമ്മൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. ഒരു സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ സത്യസന്ധത വിടാൻ പാടില്ല. ബിക്കോസ് നമുക്ക് കമ്പനി തരുന്ന ഓരോ ഇൻഫോർമേഷൻസ്, നമ്മൾ കമ്പനി പറയുന്ന ഓരോ കാര്യങ്ങൾ ആ ബേസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ പല ആൾക്കാരും ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകാൻ നേരത്ത് ഒരു സെയിൽസ് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലെ. ചിലപ്പോൾ നമ്മൾ അസുഖം റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റ് ആയിക്കാണ് കൊടുക്കുന്നത്. ആ അസുഖം റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ നേരത്ത് അതിന്റെ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് കൊടുക്കണം. ആ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അതിന്റെ ഒരു റെക്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ, അയാൾ ക്ലിയറൻസ് കിട്ടുള്ളൂ. അപ്പം ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. അയാൾ അസുഖം മാറാണ്, നമ്മൾ അസുഖം മാറ്റാനുള്ള ഡോക്ടർ ഒന്നുമല്ല. പക്ഷെ നമ്മൾ കമ്പനി നമുക്ക് തന്ന ഒരു പ്രൊഡക്റ്റിനകത്ത് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പവർ ഉണ്ട് അല്ലെ, മാറാനുള്ള പവർ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് കമ്പനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പേടിയില്ലാണ്ട് നമുക്ക് 100% കൊടുക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ബിൽഡപ്പ് സെൽഫ് എക്സ്പെക്ടൻസ് എന്നാണ്. ആദ്യം നമ്മൾ തന്നെ ഉപയോഗിക്കണം. കീപ് എ സെൽഫ് അപ്രീഷിയേഷൻ ജേർണൽ, റെഗുലർലി റൈറ്റ് ഡൗൺ യു ആർ പ്രൗഡ് ഓഫ് അബൌട്ട് യുവർ സെൽഫ്, യുവർ ചോയ്സ് ആൻഡ് യുവർ ഇൻസൈറ്റ് അല്ലെ. ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണം, യെസ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തോടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് ഒന്ന് പോയിട്ടൊന്ന് പഠിക്കണം, എന്താണ് ഉള്ളത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെ. അതേപോലെ തന്നെ സെലിബ്രേറ്റ് യുവർ സക്സസ് അല്ലെ. നമ്മൾ ഓരോരുത്തരും വരുന്നത് ഒരു സക്സസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ റാങ്ക് ജമ്പിങ് ആണ് കിട്ടിയ വിചാരിച്ചുള്ളൂ. ഒരു ബ്രോൺസിന് ഒരു അടുത്ത റാങ്കിലേക്ക്, സിൽവറിലേക്ക് പോയി. ആ സിൽവറിലേക്ക് എത്താൻ നേരത്തെ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യണം അല്ല. ഒരു ബ്രോൺസ് റാങ്ക് എത്താൻ നേരത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഒരു സിൽവർ റാങ്ക് എത്താൻ നേരത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്തെ എന്താണ് ചെയ്യുന്നത്, നമ്മളെ തന്നെ അച്ചീവ്മെന്റിന് നമ്മൾ നമ്മളെ ഉള്ളിന് അതിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. യെസ് ഞാൻ ചെയ്ത ഒരു സംഭവം വളരെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്ത് 10 ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ആ 10 ആൾക്കാർ കേൾക്കാൻ നേരത്ത് അവരുടെ ഉള്ളിലും ഇതൊരു സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സ്പെൻഡ് ടൈം അലോൺ അല്ലെ. എപ്പോഴും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കണം അല്ലെ. എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ, എവിടെയാണ് ഞാൻ ലാഗ് ചെയ്യുന്നത്, എവിടെയാണ് എൻ്റെ പ്രശ്നങ്ങളുള്ളത്, അതൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. അനലൈസ് ചെയ്യാൻ നേരത്താണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക, യെസ് എൻ്റെ പോരായ്മകൾ ഇതാണ്. അത് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഡിറ്റാച്ച് ഫ്രം ദ എക്സ്റ്റേണൽ വാലിഡേഷൻ, റെക്കഗ്നൈസേഷൻ, അപ്രൂവൽ, സീക്കിംഗ് ബിഹേവിയർ. ഈ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും നമ്മളെ കൂടെ, നമ്മളെ പുൾ അപ്പ് ചെയ്യുന്ന, നമ്മളെ പുൾ ഡൗൺ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ എങ്ങനെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് നമ്മളെ ആ ഒരു ഭാഷ നമ്മൾ പറയുന്നില്ലേ, നമ്മളെ അവെയർ ഓഫ് യുവർ ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ഓരോ രീതി അല്ലെ. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി ഒന്ന് മാറ്റേണ്ടി വരും അല്ലെ. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്ന് നിന്നുണ്ടെങ്കിൽ അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് നമ്മുടെ ഒരു ലാംഗ്വേജിന്റെ മുകളിലാണ്. അത് സെൽഫ് ടോക്ക്. അതിന് ചെയ്യേണ്ടത് എന്താണ്, ആദ്യം സ്വയം നമ്മൾ സംസാരിക്കുക. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവും. ആക്ഷൻസ് എടുക്കണം, ആ ഒരു ഡിസയർ ഉണ്ടാവണം. അതേഴ്സിന്റെ മുകളിലല്ല നമ്മൾ അപ്രൂവൽ കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ് ദ ഹാം ഓഫ് എക്സ്റ്റേണൽ വാലിഡേഷൻസ്, റിയലൈസ് ദ സീക്കിംഗ് അപ്രൂവൽ അൺറിയബിൾ ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെ. ഇന്ന് പല ആൾക്കാരും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് പിന്നോട്ട് മാറിക്കൊണ്ട്. ഫോക്കസ് ഓൺ ഇന്റർണൽ വാലിഡേഷൻസ്, ഗീവ്
യുവർ സെൽഫ് ക്രെഡിറ്റ് ആൻഡ് വാലിഡേഷൻ ഓഫ് യുവർ ചോയ്സ്. അല്ലെ, നമുക്ക് ഇന്ന് കിട്ടിയ ഒരു അവസരം അത് നമുക്ക് മറ്റവരിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഉള്ളിലുള്ള ഒരു ക്രെഡിറ്റ് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ എന്താണ് ഉള്ളത് അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡെവലപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകും. കൾട്ടിവേറ്റ് എ സ്ട്രോങ് മൈൻഡ് സെറ്റ്, പ്രാക്ടീസ് പോസിറ്റീവ് അഫർമേഷൻസ്. അല്ലെ, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. ചാലഞ്ച് നെഗറ്റീവ് സെൽഫ് ബിലീഫ്. നമ്മുടെ മുമ്പിൽ വന്ന ഓരോരോ പ്രശ്നങ്ങളിലും അതിനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. യെസ്, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ചാലഞ്ച് ദ ഫിയർ. അല്ലെ, ഒരു പേടി, നമ്മുടെ മനസ്സിൽ വന്ന പേടി. അല്ലെ, ചിലപ്പം ഈ പേടി ഉണ്ടായിക്കാണും പല ആൾക്കാരും ഈ ബിസിനസ്സിലേക്ക് കയറി വരാത്ത. എനിക്കും വന്നിട്ട് എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ, ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കണ്ടേ, അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അത് മാറ്റിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള പേടിയെ നമ്മൾ മാറ്റിയെടുക്കണം. ആ ഉള്ളിലുള്ള പേടി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ നേട്ടങ്ങൾ നേടിയെടുക്കാം. ടു ഡിമിനിഷ് ദ പവർ ഓഫ് ഡിസപ്രൂവൽ ആൻഡ് പുഷ് ഫോർവേഡ്. നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓരോരോ പ്രയാസങ്ങൾ വരാൻ നേരത്ത് അത് മറികടന്ന് മുമ്പോട്ട് പോകാൻ നേരത്താണ് നമ്മൾ വിജയിക്കുക. ലൈക്ക് ഗിവ് അപ്പ് ടോക്സിക് പീപ്പിൾസ്. ഇന്ന് നമുക്ക് ആൾക്കാരറിയാം, നമ്മളെ ഈ ബിസിനസ്സിനകത്ത് കുറെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മളെ ചിലപ്പോ നമ്മളെ പുള്ളപ്പ് ചെയ്തുന്ന ആൾക്കാരുണ്ടാവും. അല്ലെ, നമ്മളെ ഒന്ന് നമ്മളെ എന്താ ഡീമോട്ടിവേറ്റ് ചെയ്യും. അല്ലെ, സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് വിന്നേഴ്സ് ആൻഡ് ദോസ് ഹു ആർ എ ബിഗ് ഡ്രീമർ. അല്ലെ, നമ്മളെ കൂടെ നമ്മളിപ്പോ ആരെ കൂടെ നിന്നുണ്ടെങ്കിലാണ് നമ്മൾ സക്സസ് ആവുക. അല്ലെ, ഒരു വിന്നേഴ്സ്, അല്ലെ, ഒരു വിന്നറായിട്ട് പോണത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ കൂടെ എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുക. അവരെ കൂടെ ചേർന്ന് അവർ നമ്മളെ തള്ളി നമ്മൾ കൊണ്ടുപോകും, നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യാൻ നേരത്താണ് നമ്മൾ ഈ സക്സസ്. സോ ലിമിറ്റ് ദ ഇന്ററാക്ഷൻ. ഈ തന്നെ ടോക്സിക് പീപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ടോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ, ഞങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് വരാൻ നേരത്തും പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും മുമ്പോട്ട് പോകില്ല, ഇത് വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന പണിയാണ്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല പറഞ്ഞിട്ട് നമ്മളെ മെന്റലിനെ നമ്മൾ ഡിപ്രഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ ചെയ്യേണ്ടതുള്ളൂ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മളൊന്ന് വിട്ടു നിൽക്കുക. അവരായിട്ട് ഇന്ററാക്ഷൻസ് വളരെ ലോ ആക്കുക. ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. അല്ലെ, നമ്മളെ ഗോൾസ് എന്താണ്, അതിൽ കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോയാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത്. ആ മൈൻഡ് ചേഞ്ചിങ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ഇല്ല. ഫോക്കസ് ഓൺ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ് ബൈ ഷെയറിങ്. അല്ലെ, നമ്മൾ ഫോക്കസ് കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ചൂസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അല്ലെ, നമ്മൾ എല്ലാവർക്കും അറിയാം. അല്ലെ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരാൻ നേരത്തെ രണ്ട് ആറ്റിറ്റ്യൂഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അല്ലെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഈ ഒരു ബിസിനസ്സിന് കാണണം. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ബിസിനസ്സിന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സക്സസിലേക്ക് എത്തൂ. അപ്പം അങ്ങനെ വരാൻ നേരത്തെ നെഗറ്റീവ് ആൾക്കാർ നമ്മൾ മുമ്പിൽ വരും. അവരെ മുമ്പിൽ ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ട. ഡോണ്ട് ഇന്ററാക്ട് വിത്ത് ദോസ് പീപ്പിൾ. അല്ലെ, ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ പറ്റിയിട്ട് അവരായിട്ട് സംസാരിക്കേണ്ട. ബിക്കോസ് നെഗറ്റീവ് പീപ്പിൾസ് കീപ്പ് ഓൺ നെഗറ്റീവിങ് യുവേഴ്സ്. അല്ലെ, നമ്മളെ നെഗറ്റീവ് ആക്കും. നമ്മളെ നെഗറ്റിവിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അതേപോലെ തന്നെ മോഡലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കേണ്ടത് എന്താണ്, ആ നേട്ടങ്ങൾ നേടിയെടുത്തിട്ട് വീണ്ടും അവരുടെ അടുത്ത് പോവുക. സി, ഐ ഹാവ് ഡൺ ദിസ്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്റെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു റിവെഞ്ച് ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാവണം. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ടു ദ പോസിറ്റീവ് കണക്ഷൻ, സീക്ക് ഔട്ട് ഓഫ് പോസിറ്റീവ് പീപ്പിൾ. പോസിറ്റീവ് ആൾക്കാരായിട്ട് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാം. ബിക്കോസ് പോസിറ്റീവ് ആൾക്കാരാണ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അല്ലെ, നമ്മൾ ഓരോരുത്തരും വന്നതും ഒരു അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണെങ്കിൽ ആ അപ്ലിഫ്റ്റ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ബിസിനസ്സിൽ കിട്ടും. 100% കോൺഫിഡൻസ് ഉണ്ട്. ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നമ്മൾ എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് പോവുക. അത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ്. അല്ലെ, നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ എപ്പോഴും കണക്ഷൻ വെച്ചിട്ട് അവരേക്ക് നമ്മൾ ഷെയർ ചെയ്ത് പോവുക. പ്രൊഫഷണലിസം ഇൻ ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ ഒരു പ്രൊഫഷണലിസം ബേസിലാണ് ഈ ബിസിനസ്സിനെ കാണുന്നത്. നമ്മൾ വന്നിട്ടുണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ, പക്ഷെ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ സക്സസിലേക്ക് ചിലപ്പോൾ എത്തുവായി കാണും. പക്ഷെ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ നമ്മൾ നോക്കി ആരാണുള്ള ഒരു റിക്കഗ്നൈസേഷൻസ് വരില്ല. അതേ രീതിയിൽ നമ്മൾ പ്രൊഫഷണൽ ആണെങ്കിൽ ആൾക്കാർ നോക്കും, യെസ് ഇന്ന ആളാരാണ്. അപ്പൊ ആ പ്രൊഫഷണലിസം നമ്മൾ വരണം. അതിന് നമുക്ക് പല ആൾക്കാരും നമ്മൾ ടോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ടോക്സിക് പീപ്പിൾ ഓവൻ ക്രിയേറ്റ് ഡ്രാമാസ്. അല്ലെ, നമ്മളെ മുമ്പിൽ വന്നിട്ട് പല രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ
രീതിയിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രോസസ്സാണ് പ്രൊഫഷണലിസം. ആ പ്രൊഫഷണലിസം കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളും ഇവിടെ സക്സസ്. ഇൻക്രീസ് ദ ഡിസ്റ്റൻസസ്. ഇഫ് നെഗറ്റീവ് ഇന്ററാക്ഷൻ കണ്ടിന്യൂസ്, ഇൻക്രീസ് ദ ഫിസിക്കൽ ആൻഡ് ടെമ്പറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ടോക്സിക് പീപ്പിൾ. എപ്പോഴും അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ ഒന്ന് ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ പോകണം. ബിക്കോസ് അവരെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഡീമോട്ടിവേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്യാപ്പ് വെക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസ് എത്താൻ പറ്റും, ഹൗ ടു ഓവർകം ദ എക്സ്ക്യൂസസ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഓരോ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ്സിൽ എത്തുകയുള്ളൂ. അല്ലെ, ഷെഡ്യൂൾ ദ പ്രോസ്പെക്ടിങ് ടൈം. അല്ലെ, എപ്പോ നമുക്ക് ഓരോ വ്യക്തികളെ കാണേണ്ടത്, അവരെ കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് എക്സ്ക്യൂസസിനകത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. അല്ലെ, പ്രോബ്ലംസിലേക്കല്ല പോകേണ്ടത്, അതിന്റെ സൊല്യൂഷൻസ് എന്താണെന്ന് കണ്ടെത്തണം. ആ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അതിന്റെ റൂട്ട് കോസ് എന്താണ്, ആ ഇഷ്യൂ എന്താണ്, അത് കറക്റ്റ് അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ലേൺ ടു ഹാൻഡിൽ ഒബ്ജെക്ഷൻസ്. അല്ലെ, ഇന്ന് പല ഒബ്ജെക്ഷൻസ് നമ്മൾ മുമ്പിൽ വരും, അതിനെ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഓരോ ഒബ്ജെക്ഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അതൊന്നും നമ്മൾ കറക്റ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുക. അല്ലെ, അതിന് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ട്രെയിനിങ് ആൻഡ് മീറ്റിംഗ്സ് ആൻഡ് ഫങ്ഷൻസ്. അല്ലെ, അങ്ങനത്തെ ഓരോരോ ട്രെയിനിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആ ട്രെയിനിങ് തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് നമുക്ക് ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫോക്കസ് ഓൺ ദ വാല്യൂ. നമുക്ക് കിട്ടിയ ഒരു വാല്യൂ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പോവുക. ബിക്കോസ് ഇന്ന് നമ്മുടെ മുമ്പിൽ നല്ല പ്രോഡക്റ്റ്, നല്ല സർവീസസ് ഉണ്ട്, ഓഫേഴ്സ് ദ പ്രോസ്പെക്ട്സ്. അപ്പോൾ നല്ല പ്രോഡക്റ്റ്, നല്ല സർവീസസ് നമ്മൾ പ്രോസ്പെക്ട്സിന് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് അവർ നമ്മൾ കൂടെ നിൽക്കും. ബിലീവ് ഇൻ യുവർ പ്രോഡക്ട്സ്. അല്ലെ, നമ്മുടെ പ്രോഡക്റ്റ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ മുകളിൽ അത്രയും തന്നെ നമുക്ക് വിശ്വാസമുണ്ട്. സോ സ്ട്രോങ് ബിലീവ് ഓൺ ദ പ്രോഡക്റ്റ്. നമുക്ക് നമ്മളെ നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമർ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ജസ്റ്റിഫൈ യുവർ ഗോൾസ്. എന്തിനാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഒരു ജസ്റ്റിഫിക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കണം. റിയലൈസ് ദാറ്റ് എക്സ്ക്യൂസസ് ഓഫൻ അവോയ്ഡ് ദ ഡിസ്കംഫർട്ട് ഓഫ് വർക്കിംഗ് ടുവേർഡ്സ് യുവർ ഗോൾസ്. നമുക്ക് എപ്പോഴും നമുക്ക് ഒരു ഗോൾസ് സെറ്റ് ചെയ്യാൻ നേരത്ത് എക്സ്ക്യൂസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗോളിലേക്ക് നമ്മൾ വിട്ടുപോകുന്നത്. അപ്പൊ ഫോക്കസ് ഓൺ ദ ഗോൾസ്. നമ്മൾ ഗോൾസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക, സക്സസ് നേടിയ. ദ കീ ബെനിഫിറ്റ്സ്, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ദ കീ ബെനിഫിറ്റ്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇൻക്ലൂഡ്സ് ലോ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോ റിസ്ക്. അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിനകത്ത്. ലോ ഇൻവെസ്റ്റ്മെന്റ് ലോ റിസ്ക് ആണ്. അല്ലെ, ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പൊ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഇൻകം ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഒരാളെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല, ഇന്ന ചെയ്യണം പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫാമിലി ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ വ്യക്തിയും ഈ ഒരു ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസിനെ മുമ്പോട്ട് കൊണ്ടുപോകും. ട്രാൻസ്ഫറബിൾ ബിസിനസ് ആണ്. അല്ലെ, നോമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ബിസിനസ് ആണ്. അപ്പം ഇറ്റ്സ് നോട്ട് എ വൺ ടൈം ബിസിനസ്, ഇറ്റ്സ് എ ലോങ് ടൈം ബിസിനസ്, ഇറ്റ്സ് എ ജനറേഷൻ ടു ജനറേഷൻ ബിസിനസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു എഫേർട്ട് എടുത്തിട്ട് റെഡി ആക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ജനറേഷൻ ഇതിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. നോ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഒരു എക്സ്പീരിയൻസിന് ആവശ്യമില്ല അതിനകത്ത്. പാസീവ് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് വർക്ക് പാർട്ട് ടൈം. അപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒറ്റ ഒരു കാര്യങ്ങൾ മാത്രം നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രീം സ്കൂൾസ് ആൻഡ് ഫാമിലിനെ സേഫ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ആ ബിസിനസ്സിനകത്ത് ഒരേ ഒറ്റൊരു കമ്പനി മാത്രമേ ഉള്ളൂ ഇന്ന് ടോപ്പിൽ നിൽക്കുന്നത്. ദാറ്റ് ഇസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. യെസ്, ഞാൻ എന്റെ ഗ്രാഫോട് പറഞ്ഞുതരാം. ഈ ഗ്രാഫിനകത്ത് പറയുന്നത് എഫേർട്സും ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇൻകം ആണ്. അല്ലെ, തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വരാൻ നേരത്ത് നമുക്ക് ടോട്ടൽ എഫേർട്ട് നമ്മൾ എടുക്കണം, പക്ഷെ ഇൻകം നമുക്ക് കുറവായി കാണും. ഫസ്റ്റ് സ്റ്റേജ് കവർ അപ്പ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഇൻകമേ കിട്ടുള്ളൂ, പക്ഷെ എഫേർട്ട് എന്നാലും കൂടുതലാണ്. സെക്കൻഡ് സ്റ്റേജ് കവർ അപ്പ് ചെയ്യാൻ നേരത്ത് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻകം കിട്ടും, പക്ഷെ എന്നാലും എഫേർട്ട് കൂടുതലാണ്. മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത് നമുക്ക് എഫേർട്ടും ഇൻകമും ഏകദേശം ഒരേപോലെ തന്നെ മാറുകയാണ്. അപ്പൊ ലിറ്റിൽ മോർ ഇൻകം നമുക്ക് കിട്ടും. ഫോർത്ത് സ്റ്റേജ് പറയാൻ നേരത്ത് എഫേർട്ട് കുറയാണ്, നമുക്ക് ഇൻകം കൂടുതൽ കിട്ടും. അപ്പൊ ഡീസെന്റ് ആയിട്ടുള്ള ഇൻകം നമുക്ക് കിട്ടും. ഫിഫ്ത്ത് സ്റ്റേജ് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈലി